ചേച്ചി 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 ഫാഷൻ ഡിസൈനിങ് മുംബൈയിലാണോ പഠിക്കാൻ പോണേ? അല്ലേ കുംഭകോണത്ത് കിന്നാരം ചോദിക്കാൻ വന്നേ പൊക്കോണം നടന്നു. ചേച്ചി ഞാൻ ചേച്ചി അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ്. എടി എനിക്കൊന്നും നിന്നെ വിശ്വാസമില്ല. നീ ഒരു സമയത്ത് സപ്പോർട്ടും ചെയ്യും, അതുപോലെ തന്നെ കാലും വരും. അയ്യോ ഞങ്ങളുടെ സപ്പോർട്ടിനൊന്നും ആവശ്യമില്ല, നമുക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ഹസ്ബൻഡിന് അനുമതി മതിയല്ലോ. അയ്യോ അനുമതിയല്ല സപ്പോർട്ട്. ഹസ്ബൻഡിന് സപ്പോർട്ട് മതിയല്ലോ, പിന്നെന്തോന്ന്? ആഹാ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ചർച്ച തീർന്നില്ലേന്നാ? അച്ഛാ ഓരോരുത്തരോട് കോഴ്സ് സെലക്ട് ചെയ്യുന്നതേ അവരുടെ അഭിരുചിക്ക് അനുസരിച്ചാണ്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമല്ലേ, നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ലോ 9th റിസൾട്ട് വരട്ടെട്ടാ, ഞങ്ങൾ എല്ലാരും വ്യക്തിപരമായിട്ടൊന്ന് കാണുന്നുണ്ട്. അതൊക്കെ സിദ്ധുവിന്റെ അച്ഛനും അമ്മയും എവിടെ പോണെന്ന് പറഞ്ഞാൽ മതി, അങ്ങോട്ട് പൊക്കോളം പറയും. അതിന് അഴിച്ചു വിട്ടേക്കല്ലേ, ചെറുക്കന്റെ പൈസ മാത്രമേ മതി, എവിടെ ഭാവിയെ പറ്റി അവർ നോക്കൂലല്ലോ. ചേട്ടാ ഇത് ഭയങ്കര കഷ്ടമാണല്ലോ, പഠിക്കാൻ പോകാൻ പോലും പറ്റൂലേ. തന്നെ പഠിക്കാൻ പോണ വിഷമം പറഞ്ഞേ, ഞാൻ ഹോസ്പിറ്റാലിറ്റി കോഴ്സിന് പോയ നേരത്തെ എല്ലാവരും കളിയാക്കിയില്ല, കളിയാക്കിയല്ലേ ഇപ്പൊ അനുഭവിച്ചോ? എന്നിട്ട് അച്ഛൻ പഠിക്കാൻ പോയോ? ഇല്ലല്ലോ, വെറുതെ അമ്മയുടെ 10,000 കൊണ്ട് കളഞ്ഞില്ലേ? അതുകൊണ്ട് അമ്മേരെ 10,000 മാത്രമേ പോയുള്ളൂ. ഞാൻ പഠിക്കാൻ പോയി നിന്റെ 20,000, നിന്റെ 10,000 ഇവന്റെ 10,000 പോയനെ, അങ്ങനെ 20,000 പോയനെ. എന്താ ചേച്ചി ചേച്ചി ധൈര്യമായിട്ട് പൊക്കോ. ഇവിടെ ഉണ്ടല്ലോ എല്ലാ കാര്യത്തിലും ബ്ലോക്കാണ്. ഇപ്പൊ എന്റെ കാര്യം തന്നെ, ഡാൻസ് പഠിക്കണമെന്ന് പറഞ്ഞു ബ്ലോക്ക് ഇട്ടു, കരാട്ടയ്ക്ക് പോകണമെന്ന് പറഞ്ഞു ബ്ലോക്ക് ഇട്ടു, യോഗ ചെയ്യണമെന്ന് പറഞ്ഞു ബ്ലോക്ക് ഇട്ടു. ഇവിടെ ബ്ലോക്ക് 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 മാത്രമേ ഉള്ളൂ വീട്ടില്. നിന്റെ പഠിത്തം ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടില്ലല്ലോ, അത് നീ തീർക്ക്. നിന്റെ ബാക്കി കേട്ടാ. ശിവ ഒറ്റ കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടില്ല, ഒരു ഇൻകംപ്ലീറ്റ് സ്റ്റുഡന്റ് ആണ് ശിവ. ഇപ്പൊ കമ്പനി സ്റ്റഡി എന്ന് പറഞ്ഞ് പോണണ്ടല്ലേ, കാണാ എത്ര നാള് പോവെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിരുന്നതാ, പിന്നെ 1 വർഷം ആക്കിയതാ ഞാൻ. നന്നായി, ഡിപ്ലോമ കോഴ്സ് ചെയ്ത് 3 വർഷത്തെ പൈസ പൊട്ടിപ്പോയാൽ ഇതാകുമ്പോൾ 1 വർഷത്തെ പൈസയിലേ പൊട്ടിപ്പോളൂ. അച്ഛാ പോയി പഠിച്ചൊരു പാഠം പഠിച്ചിട്ട് വാ. അല്ല നീ 1 ഇയർ ഈ ഡിപ്ലോമ കോഴ്സ് എവിടെ പോയി ചെയ്യാൻ പോണത്? അതിന് +2 എത്ര % മാർക്ക് വേണം? എത്ര രൂപ വേണം? അല്ല ഇതിന്റെ ഈ ഡിപ്ലോമയുടെ പ്ലേസ്മെന്റ് പോസിബിലിറ്റീസ് എങ്ങനെയാണ്? അവത്തല്ലേ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കാൻ പോണത്? അവിടെ എങ്ങനെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എങ്ങനെയാണ്? ഹോസ്റ്റലൊക്കെ ഉണ്ടോ? വായി വിളിച്ചിരിക്കണക്ക് ഉത്തരറിഞ്ഞൂടാ? എല്ലാരും കൂടെ ഒറ്റ ശ്വാസത്തിൽ ഇത്രയും ചോദ്യം ചോദിച്ചു ഞാൻ എങ്ങനെ ഉത്തരം പറയും? ഞാൻ കുറച്ച് ഡീറ്റെയിൽ കാണിച്ച് പറഞ്ഞു തരാം, അപ്പൊ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു, അപ്പൊ നമ്മൾ നീ ഒന്നും ഇടപെടണ്ട. ശരി. എന്റെ അച്ഛൻ ചേച്ചി കല്യാണം കഴിഞ്ഞ പക്വതയുള്ള ഒരു കുട്ടിയാണ്. ആണോ? ആരാ ഇത്? ഭർത്താവിന്റെ പേരെന്താ? ഇവിടുന്ന് പോകാൻ കഴിച്ച് അയച്ചേക്കണേ, പഠിപ്പിക്കാൻ പറഞ്ഞോളൂ. പടി ശിവ, ആദ്യം നിന്റെ 9ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യട്ടാ. നമ്മളെ കുടുംബത്തിൽ ആരും സ്കൂൾ ലെവലിൽ തോച്ചിട്ടില്ല, ശിവായിട്ട് മിക്കവാറും നടക്കും. അച്ഛാ കുഴപ്പമില്ല, ഞാൻ കുടുംബദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കാം നീ ജയിക്കണം, അല്ല നിന്നെ കൊണ്ട് പറ്റൂല. ഓ പിന്നെ ഒരു കാര്യം ചെയ്യ്, കുടുംബത്തോണ്ട് വന്നിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതാൻ പറയും. കുടുംബദൈവത്തിനെ നീ കളിയാക്കണം. ശേഷിയുടെ ഇവിടെ കാല് വെച്ചേ, ഞാൻ കണ്ടു കേട്ടാ. കിണിക്കണ്ട, പോടു. ഞാൻ പഠിച്ച പാസ്സായി കാണിച്ചു തരാം. അതെങ്കിൽ നീ പഠിച്ച് പാസ്സായി കണ്ടു, നമ്മളൊന്ന് കാണട്ടെ. എന്തൊരു വെള്ളി പോങ്ങ ഒന്നുമില്ല. എന്തൊക്കെ അറിയണം, ഏത് കോളേജിലാണ് പഠിക്കാൻ പോണത്, ആരാണ് കോളേജിലെ MD, എത്രയാണ് ഫീസ്? ഇവരാര് വിദ്യാഭ്യാസ വിവക്ഷകരോ? കേശവും ചേട്ടൻ ചോദിക്കുന്നത് പോട്ടെ എന്ന് വിചാരിക്കാം, പരമ ഭണ്ഡാരനാണല്ലോ അച്ഛൻ. എന്ത് അച്ഛൻ മണ്ടനാണെന്നാ? അതല്ല, പരമ ഭണ്ഡാര വിദ്യാഭ്യാസമാണല്ലോ അച്ഛൻ. വിദ്യാഭ്യാസ വിവക്ഷകൻ. എന്തായാലും അമ്മയ്ക്ക് കാര്യം മനസ്സിലായില്ലേ, അത് മതി. ഇതിപ്പോ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കേട്ട് പഠിച്ച വാക്കുകളാണ്. അച്ഛനുള്ള മലയാളത്തിൽ ഇങ്ങനെ തക്കിട തരികട വാക്കുകളൊക്കെ ഉപയോഗിക്കണം. അമ്മയ്ക്ക് അറിയാലോ ഞാൻ കവിതയൊക്കെ എഴുതിക്കൊണ്ടിരുന്ന കാലം. അയ്യോ, ആ കാലത്തെ കുറിച്ച് ഓർപ്പിക്കല്ലേ കേട്ടാ, പേടിയാണ്. ഇനി എഴുതല്ലേ? എന്തായാലും അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ, സർപ്രൈസ് ഞാൻ കാണുന്നുണ്ട്. ഇത്രയും നാള് കണ്ടത് മതിയായില്ലേ? എത്തിയല്ലോ ത്രിമൂർത്തികള്. അച്ഛൻ എനിക്ക് അറിയാൻ പാടാത്തതുകൊണ്ട് ചോദിക്കുക, അച്ഛൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും വിരോധമുണ്ടോ? ഞാൻ എപ്പോൾ പഠിക്കാൻ വേണ്ടി പോയാലും അച്ഛൻ ഓരോന്ന് പറഞ്ഞു അതും മുടക്കും. സത്യം പറഞ്ഞാൽ ഞാൻ പഠിക്കാൻ പോണത് അച്ഛന് ഇഷ്ടമല്ലല്ലേ? എന്റെ പൊന്ന മക്കളെ, എനിക്ക് നിന്റെ അടുത്ത് വിരോധമോ വൈരാഗ്യോ വിദ്വേഷമൊന്നും ഇല്ല. പിന്നെ എൻ്റെ മരുമോണ്ടല്ലേ സിദ്ധു, അവൻ്റെ അടുത്ത് ഈ സഹതാപമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അടുത്തുള്ള അച്ഛന് ഉത്തരവാദിത്വം ഇല്ലേ, അതുപോലെ എനിക്ക് സിദ്ധുവിൻ്റെ അടുത്തുണ്ട്. അവന്റെ പൈസ നഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിന്റെ അർത്ഥം എനിക്ക് ഇത് പഠിക്കാനും കഴിവില്ലെന്ന്? അയ്യോ, എങ്ങനെ ഉദ്ദേശിച്ചില്ല. പക്ഷെ അവന്റെ പൈസ വെറുതെ പാഴായി പോണതിൽ എനിക്ക് വിഷമമുണ്ട്, അത്ര ഉദ്ദേശിച്ചുള്ളൂ. ബാലു, അവൾ പോയി പഠിച്ചിട്ട് വരട്ടെ. പോട്ടെ, പഠിച്ചിട്ട് പോട്ടെ. പക്ഷെ ഇങ്ങനെ മിനിറ്റ് വിഷയം മാറണം എന്തിന്? അതിന്റെ അർത്ഥം എന്താണ്? കോൺഫിഡൻസ് ഇല്ല. അത് അച്ഛൻ പറഞ്ഞ കറക്റ്റ് ആണ്. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചേച്ചി ഇപ്പൊ എത്രാമത്തെ കോഴ്സാ മാറ്റുന്നത് ആർക്കെങ്കിലും അറിയൂ? മക്കളെ അങ്ങനെ പറഞ്ഞുകൊടു. കേശുവേ, നീയാണ് അച്ഛന് കൊട പിടിച്ച് കൊടുക്കണം കേട്ടല്ലോ. ലച്ചു, നീ ഇത് സിദ്ധുവിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും സിദ്ധുവിന്റെ അടുത്തൊക്കെ പറഞ്ഞതാണ്. ഒരു പ്രയോജനമില്ല. ഒന്നും മിണ്ടാതിരി എന്റെ ബാലു. ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് എന്റെ അടുത്ത് എന്താണ് വിരോധം? നിനക്ക് എന്റെ അടുത്ത് വിരോധം ഉണ്ട്, അല്ലെങ്കിൽ ഈ കോഴ്സ് പഠിക്കാൻ പോണവരോ എന്നെ അറിയിക്കൂലേ? അതെന്തുകൊണ്ടാണ് ഞാൻ പറയാത്തെ? കാരണം ഞാൻ പറഞ്ഞില്ല, അച്ഛൻ ഓരോന്ന് പറഞ്ഞ എന്റെ ഉള്ള കോൺഫിഡൻസ് കൂടെ കളയും. കോൺഫിഡൻസ് കുറച്ചതാണെങ്കിൽ കളയൂല, അതിന്റെ ഇല്ല, കോൺഫിഡൻസ് എനിക്ക് ഇല്ല. അത് ശരിയാണ്. കേശുവേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ വിളിക്കുന്ന ചെല്ലപ്പേര് എന്നെ കൊണ്ട് വിളിപ്പിക്കരുത് കേട്ടോ. കളവാന്നല്ലേ? അല്ല, ചെറ്റേന്ന്. ബാലു, നിങ്ങൾ ഈ പിള്ളേരെ തമ്മിൽ തെറ്റിപ്പിക്കുന്ന ഈ സ്വഭാവം നിർത്തിക്കോട്ടാ. ലച്ചുവേ,
ഈ വേർഡിന് യൂസ് ചെയ്യരുത്. കുറെ നാളെ ഞാൻ ഇത് കേൾക്കണത്. ഇവനല്ല ആദ്യം തുടങ്ങിയത്. നീ മൂത്തതാണോ? നിന്റെ കയ്യിൽ നിന്ന് കേട്ടാ അവനും പഠിക്കണത്. ബാക്കിയുള്ള നിങ്ങളും പഠിക്കും. പിന്നെ ഞാൻ ഒരു ഡൗട്ട് വെച്ചോട്ടെ. ഡേ ഇത് എവിടെയാണ് പഠിക്കാൻ പോണത്? ബാംഗ്ലൂര്. ബഹുരസം. എന്താ വെച്ചാ അങ്ങനെ പറഞ്ഞേ? അല്ല, ഒരുപാട് കാഴ്ചകളെ കാണുമല്ലോ, അങ്ങനെ ബഹുരസം എന്ന് പറയായിരുന്നു. ലച്ചുവേ, ഇത് 1 ഇയർ കോഴ്സാണോ? ഉറപ്പിച്ചോ? ആ ഉറപ്പിച്ചു. ഉറപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ചേച്ചി. മിക്കവാറും 6 മാസം കൊണ്ട് പൂർത്തിയാക്കും. 6 മാസമോ? 6 മാസം കഴിയുമ്പോൾ അവിടെ നിർത്തിയിട്ട് വന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇവന്റെ തലമണ്ട ഞാൻ തല്ലിപ്പൊട്ടിക്കും, ഉറപ്പാണ്. എടാ ഒന്നും മിണ്ടാതിരിക്കടാ. ഈ 1 ഇയർ കോഴ്സിന് ഐ മീൻ എത്ര രൂപയാവും? 3,25,000 rupees വിത്തൗട്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. വിത്തൗട്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷനാ? മൊത്തത്തിലൊരു 5-5.5 ലക്ഷം രൂപ ആവുമായിരിക്കും. എന്റെ അമ്മോ, ഞാൻ പോണേ. പിന്നെ സുരേഷ് ഏട്ടനെ വിളിക്കാൻ മറന്നു ഞാൻ. സുരേഷ് ഏട്ടനെ വിളിക്കട്ടെ. എനിക്ക് പഠിക്കാനുണ്ട്, ഞാൻ പോണ്. അതെ, എട്ടിലെടുക്കണേ കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോ.